ഹായ് നമസ്കാരം. സ്കൈ യൂട്യൂബ് ചാനലിൻ്റെ സ്കൈ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ടെക്കിലെ ഇന്നത്തെ വീഡിയോ ബറോഡ ബാങ്കിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നമുക്ക് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ബറോഡ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് മെഷീനുള്ള ATMകളിൽ നമുക്ക് കാർഡ് കണക്ട് ചെയ്തതിന് ശേഷം ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ആണ് ചോദിക്കുന്നത്. നമുക്ക് ഡൊമസ്റ്റിക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇന്ത്യക്കകത്തുള്ളത് ഡൊമസ്റ്റിക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഭാഷയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഭാഷ ഹിന്ദി ഇംഗ്ലീഷാണ് വരുന്നത്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ചില ATMകളിൽ ഹിന്ദി ഇംഗ്ലീഷാണ് വരുന്നത്. മലയാളം ലാംഗ്വേജ് വരുന്നെങ്കിൽ മലയാളം ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഭാഷ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുശേഷം എൻ്റർ പിൻ നമ്പറാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ എൻ്റർ പിൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് പിൻ നമ്പർ അടിക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ എൻ്റർ പിൻ നമ്പർ എന്നുള്ള സ്ഥലത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ പിൻ നമ്പർ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ പിൻ നമ്പർ ATMൻ്റെ പിൻ നമ്പർ നിങ്ങൾ അതിലേക്ക് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യാം. വിഡ്രോയും ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെൻറ്റ്, പിൻ ചേഞ്ച്, അങ്ങനെ പലതും വരും. നമുക്ക് ആവശ്യപ്പെട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ക്യാഷ് ഈ ATM മെഷീനിൽ തന്നെ ഡെപ്പോസിറ്റും ചെയ്യാം, അതുപോലെ ക്യാഷ് വിഡ്രോയും ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റ് മെഷീനിൽ ഇപ്പം ബറോഡ ബാങ്കിൻ്റെത് അങ്ങനെ കഴിയും. മറ്റുള്ള ബാങ്കുകളുടെയും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് മെഷീനിൽ നമുക്ക് വിഡ്രോയും ചെയ്യാം, അതുപോലെ തന്നെ ഡെപ്പോസിറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യം ഡെപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യാം. ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ കണ്ടിന്യൂ ക്യാൻസലാണ് വരുന്നത്. അതിൽ നമ്മൾ കണ്ടിന്യൂ എടുത്ത് മുന്നോട്ട് പോവുക. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ റെസിപ്റ്റ് വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് വേണം യെസ് കൊടുക്കാം, നോ വേണം നോ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സേവിങ് അക്കൗണ്ട് വേണോ കറണ്ട് അക്കൗണ്ടാണോ, അപ്പോൾ നിങ്ങൾക്കുള്ള ഏത് അക്കൗണ്ടാണ് അത് കൊടുക്കുക. അപ്പം ഞാനിവിടെ സേവിങ് അക്കൗണ്ടാണ് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് കാണിക്കുന്നത്. നെയിം ചിലതിലൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണിക്കും, അത് കൺഫേം ആയിരിക്കും. അതിനുശേഷം അത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വരുന്നത് നമ്മൾ കറക്റ്റ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ATMൻ്റെ മെഷീൻ്റെ ഡ്രാ ഓപ്പൺ ആവും. അപ്പോൾ അവിടെ 100, 500, 200 നോട്ടുകളാണ് ഇതിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 100, 200, 500 നോട്ടുകൾ ഇതിനകത്തേക്ക് കറക്റ്റ് എണ്ണി വെക്കുക. എണ്ണി വെച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് അത് ക്യാഷ് ഇടും. എന്നിട്ട് എത്ര രൂപയാണോ നമ്മൾ ഇട്ടത്, നമ്മളിപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് 600 രൂപയാണ്. അതിൽ 500ൻ്റെ ഒറ്റ നോട്ടും 100ൻ്റെ ഒരു നോട്ടും കൂടെ കൂട്ടി ടോട്ടൽ 600 രൂപ എന്നാണ് ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്. അവിടെ ഒരു ആഡ് മോർ കാണും. ആ ആഡ് മോറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ക്യാഷ് അതിലേക്ക് ഇടാൻ കഴിയും. പിന്നെ നമ്മുടെ ഏതെങ്കിലും ക്യാഷ് കംപ്ലയിൻറ്റ്, അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് തിരിച്ചു വരും. അതിനുശേഷം ആ നോട്ടൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് മോറിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് അതിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്ന നേരത്ത് ഇതിൽ ട്രാൻസാക്ഷൻ നടക്കും. ഓൾറെഡി അതിൽ സക്സസ്ഫുൾ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇത് കാണും. യുവർ ക്യാഷ് ഹാസ് ബീൻ ആക്സെപ്റ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് റെസിപ്റ്റ് കിട്ടും. ഇതോടുകൂടി നമുക്ക് ഇതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുന്നു.